വൈറൽ ഇഫ ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും റെസിപ്പി ഒന്ന് കാണണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കുന്നതിന് വേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ പകുതി നീരും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊരു 1 hour 30 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ഭാഗം, 5 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ പാല്, 1/4 ടീസ്പൂൺ ഉപ്പും, 1/4 ടീസ്പൂൺ പഞ്ചസാരയും, 2 ചീസും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ ബ്ലെൻഡായി നല്ല തിക്കായിട്ടുള്ളൊരു വൈറ്റ് സോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ തവയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ അധികമായിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ആ സോസ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ചിക്കനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആയി വന്ന ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കിനി നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസ് ഒഴിച്ചു കൊടുത്തിട്ട് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 30 minutes നമ്മളൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി ചിക്കനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേണമെങ്കിൽ കുറച്ചുകൂടി സോസ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മസാല ഷവായൊക്കെ അല്ലേ, അതേപോലത്തേക്ക് ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.